പറയാൻ പറ്റാത്ത രീതിയിൽ തെറ്റായതും തികച്ചും അടിസ്ഥാനരഹിതവുമായിട്ടുള്ള വൃത്തികെട്ട ഭാഷ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശ്വസനീയമാണ് എന്ന് തോന്നിക്കാവുന്ന രീതിയിൽ കോടിക്കണക്കിന് രൂപ സതീശൻ കൊടുത്ത് ഷാജഹാൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ട്, അയാൾക്ക് ഒരു കാലത്ത് വലിയ പിന്തുണയൊക്കെണ്ടായിരുന്ന ഒരാളാണ്, അയാളെ കൊണ്ടൊരു വീഡിയോ തയ്യാറാക്കി കേരളത്തിലാകെ പ്രചരിപ്പിച്ചിരിക്കുക. ആ വീഡിയോ നവമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിൽ ചിലർ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഇത്രയും വൃത്തിഹീനമായ സംസ്കാരത്തിൻ്റെ ഒരു കേരളീയ സമൂഹത്തിന് ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് വി.ഡി. സതീശൻ പറവൂർ നിയോജകമണ്ഡലത്തിൽ സ്ത്രീ സമൂഹത്തോട് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഇപ്പോൾ പറയുന്നത് എന്താണ്? സതീശൻ തന്നെ പറയുന്നത് ഇത് കോൺഗ്രസിന് ഇതിൻ്റെ ഉത്തരവാദിത്തമില്ല. ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി ഷിയാസ് പറയുന്നത് അവർക്ക് ഉത്തരവാദിത്തമില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും മാപ്പ് പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി പോസ്റ്റ് ഇട്ടവരെല്ലാവരും പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. അതാരൊക്കെയാണ്? കോൺഗ്രസിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഈ കാര്യം നിർവഹിച്ചിട്ടുള്ളത്. ഇത് വെറുതെ തയ്യാറാക്കിയിട്ടുള്ളതല്ല. കോൺഗ്രസിന് ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കോൺഗ്രസിന്റെ യുവജന നേതൃത്വത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ വേണ്ടി മറ്റു മാർഗങ്ങളൊന്നും അവരുടെ മുമ്പിൽ ഇല്ലാതെ വന്നപ്പോൾ, എന്നാൽ എല്ലാവരിലും ഈ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വളരെ കരുതി കൂട്ടിയാണ് ഈ കാര്യം സതീശൻ ചെയ്തിട്ടുള്ളത്. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, എല്ലാവർക്കും ബോംബ് വരുന്നുണ്ട്. ആദ്യം BJP-ക്കെതിരായിട്ടൊരു ബോംബ്, അതിനുശേഷം പൊട്ടിച്ചു. CPM-ന്റെ ഒരു ബോംബ് വരുന്നുണ്ട്. സതീശന്റെ ഒരു ആ പറയുമ്പോഴുള്ളൊരു പ്രത്യേക രീതിയുണ്ട്. അങ്ങനെയെല്ലാം കാണിച്ചുകൊണ്ടൊരു ബോംബ് വരുന്നുണ്ടെന്ന് മുൻകൂട്ടി തന്നെ സതീശൻ പറഞ്ഞു, അപ്പൊ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തെറ്റായ രീതിയിൽ, ഒരു പറയാൻ പാടില്ലാത്ത രീതിയിൽ ഒരു പൊതുപ്രവർത്തകയെക്കുറിച്ച്, ഒരു അധ്യാപികയെക്കുറിച്ച്, ഇടതുപക്ഷ പ്രവർത്തകയെക്കുറിച്ച്, CPM-ന്റെ നേതാവിനെ കുറിച്ച്, CPM-ന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു ജനപ്രതിനിധികളെ കുറിച്ച് ഇത്തരം കാര്യം ആരൊക്കെയാണ് പ്രചരിപ്പിച്ചത്? ടിൻഡോ ജോൺ എന്ന് പറയുന്ന KPCC-യുടെ ഔദ്യോഗിക വക്താവ്, ചാനൽ ചർച്ചകൾ ശ്രദ്ധിക്കുന്നവർ കണ്ടിട്ടുണ്ടാവും. അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതിന്റെ തുടർച്ചയായി. അത് KPCC-യുടെ ഔദ്യോഗിക വക്താക്കളിൽ ഒരാളാണ് ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്ന ടിൻഡോ ജോൺ. ആ ടിൻഡോ ജോൺ ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിനകത്ത് ബന്ധുവില്ലെന്ന് പറയുന്ന ആരാ? BRM ഷബീർ എന്ന് പറയുന്ന എന്ത് വൃത്തികേടും ചാനൽ ചർച്ചയിൽ വന്ന് പറയുന്ന കോൺഗ്രസിന്റെ KPCC-യുടെ ഭാരവാഹികളിൽ ഒരാളായിട്ടുള്ള BRM ഷബീർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എവിടെയാണ് കോൺഗ്രസിന് ബന്ധമില്ല എന്ന് പറയാൻ കഴിയുന്നത്? ടിൻഡോ ജോണും BRM ഷബീറും കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താക്കളാണ്. ആ ഔദ്യോഗിക വക്താക്കളായിട്ടുള്ള ആളുകൾ ഈ പ്രചരണം നടത്തിയിരിക്കുകയാണ്. ഇപ്പുറത്തേക്ക് വന്നാൽ സതീശന്റെ ആഫീസോ, വീഡിയോ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സതീശന്റെ ആഫീസിൽ നിന്ന് പ്രതികരണങ്ങൾ ഇട്ടു. ഈ വീഡിയോന്റെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് നമുക്കറിയാം, പെരുമ്പടന്നയിലുള്ളൊരു ഗോപാലകൃഷ്ണൻ സതീശന്റെ സൈബർ വിഭാഗത്തിൽ സതീശന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ. CPM-നെതിരായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായിട്ടും നിലപാടെടുത്തുകൊണ്ട് എന്ത് വൃത്തികേട്ടും പ്രചരിപ്പിക്കുന്ന ഒരാളാണ്. ഉത്സവപ്പാടത്തും കലാസംഘടനകൾക്കും നാടകം ബുക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ഏജൻസി നടത്തിയിരുന്ന ഒരാളാണ്. നമ്മുടെ KR വിജയൻ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഇപ്പുറത്ത് അവിടെ ഇയാളൊരു ഓഫീസ് പ്രവർത്തിച്ചിരുന്നു. അയാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രസാദ് മന എന്ന് പറയുന്ന ഒരു പത്രക്കാരനുണ്ട് പറവൂരിൽ. ആ പ്രസാദ് മന പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നിരവധി ഇതിന്റെ തുടർച്ചയായിട്ട് ഞാനിപ്പോ ഇവരുടെ ചില ആളുകളുടെ പേര് സൂചിപ്പിക്കുന്നു. എന്ത് വൃത്തിഹീനമായിട്ടുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത്.
ഇതെല്ലാം കേട്ടുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും ഇതിന് വിധേയരാകുന്നവരും അടങ്ങിയിരിക്കുമെന്നാണ് ഇവർ ധരിച്ചത്. പക്ഷേ ഷൈൻ ടീച്ചറെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയും ജനസമൂഹത്തിനകത്ത് ഇതിന്റെ സത്യസന്ധമായ വിവരങ്ങൾ നൽകാൻ തീരുമാനിക്കുകയും ഷൈൻ ടീച്ചറിന് നേരെ വന്നിട്ടുള്ള ഈ സൈബർ ആക്രമണത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഈ തെറ്റായ നടപടിക്കെതിരായി ശക്തമായ പ്രതികരണം ഉയർത്തിക്കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി ഈ സംഭവത്തെ സംബന്ധിച്ച് കേരള പോലീസ് എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിച്ച് എന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാ പോസ്റ്റുകളും ഇപ്പൊ പിൻവലിക്കപ്പെട്ടു മാപ്പ് പറയുന്ന അവസ്ഥയാകും.